ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നൈസായി പൊടിച്ചിട്ടുള്ള പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ എടുക്കുക. ഇനി 1 കപ്പ് പച്ചരിപ്പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് 1/4 ടീസ്പൂൺ ഉപ്പും. ഇനി പഴഞ്ചക്ക മിക്സിയിൽ അരച്ചെടുത്തതാണിത്. ഇതൊരു 1.25 കപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് അരച്ച പഴഞ്ചക്കയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് ഇതുപോലെയുള്ള ഒരു കയ്യിൽ ശർക്കരപ്പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ശർക്കരപ്പൊടി വരെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തേങ്ങക്ക് പകരം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താലും മതി. തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെറിയ തേങ്ങ ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ ഇല കഴുകി വാട്ടിയെടുത്ത ഇലയിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് അമർത്ത് കൊടുക്കണം. കുറച്ച് പരത്തി കിട്ടും. ഇങ്ങനെ അമർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലെ പരത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ആവിച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. മുഴുവനും ഇതുപോലെ ഇലയിൽ വെച്ചിട്ട് മടക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റും. എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് അപ്പം എടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല രുചിയുള്ള അപ്പം റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.